ഇന്നത്തെ വചനചിന്ത കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഈ നല്ലൊരു പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ളത് നാം ഗ്രഹിക്കുന്നില്ല, നാം കണ്ണുകൊണ്ട് കാണുന്നില്ല. എന്നാൽ വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയം തക്ക സമയമാകുന്നു. ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കുമെന്ന്. കരുതുന്ന ദൈവം കൂടെയുള്ളപ്പോൾ നാം എന്തിനു കരങ്ങണം? മറ്റാർക്കും നാം കടന്നു പോകുന്ന അവസ്ഥയെ മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്നാൽ നമ്മെ നന്നായി അറിയുന്ന ദൈവം തക്ക സമയത്ത് തൻ്റെ കരുതൽ നമ്മുടെ കരങ്ങളിൽ നൽകി മാനിക്കും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് കർത്താവ് പത്രോസിനോട്, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരദ്രഹ്മ പണം കാണും, അതുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. കരം കൊടുക്കുവാൻ കഴിയാതെ ശൂന്യമായ പത്രോസിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കി പത്രോസ് ശൂന്യതയോടുകൂടി ഇരിക്കുമ്പോൾ പത്രോസിന് കരുതലൊരുക്കിയ ദൈവം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടിയും കരുതും, പ്രവർത്തിക്കും. താങ്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ നിർണയിച്ചിരിക്കുന്നത് മാറ്റുവാൻ ആർക്കും കഴിയില്ല. ദൈവം തീരുമാനിച്ചിരിക്കുന്ന അനുഗ്രഹത്തെ തടുക്കുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും സാധിക്കുകയില്ല. എന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ, സർവശക്തൻ നീട്ടിയിരിക്കുന്ന കൈ മടക്കുന്നവനാർ, മരുഭൂമിയെ വരണ്ട നിലത്തെയും ആനന്ദിപ്പിക്കുവാൻ കഴിയുന്നവൻ, സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുന്നവൻ. വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയെ തടുക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദുർബലമാക്കുവാനോ മുടക്കുവാനോ കഴിയുകയില്ല. ഭക്തനായ മോശയുടെ വടി തൻ്റെ കയ്യിൽ ഉയർന്നിരിക്കുമ്പോൾ താഴ്വരയിൽ യോശുവയും കൂട്ടരും ശത്രുസൈന്യത്തിൻ്റെ മേൽ ജയം പ്രാപിക്കും. എന്നാൽ മോശയുടെ വടി തൻ്റെ കൈക്ക് ഭാരമായി തുടങ്ങുമ്പോൾ ശത്രുസൈന്യം ജയിക്കും. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ മോശയുടെ കൈക്ക് ഭാരമായി. മോശയുടെ കൈ ഭാരമായി താഴ്ന്നപ്പോൾ അഹരോനും ഹൂരും മോശയുടെ കൈ താങ്ങി വടിയെ ഉയർത്തി. കൂട്ടായ്മ കാണിച്ചപ്പോൾ അതിനെ ഓർത്ത് ദൈവം നിയമപെട്ടകം ഉണ്ടാക്കുമ്പോൾ ഹൂരിൻ്റെ കൊച്ചുമകൻ ബെസലേലിനെ ദൈവം തിരഞ്ഞെടുത്തു. അവനെ സകല ജ്ഞാനത്തിലൂടെ നിറച്ചുവെങ്കിൽ നാം മറ്റുള്ളവരോട് അവരുടെ പ്രതിസന്ധിയിൽ കൂട്ടായ്മ കാണിക്കുമ്പോൾ അതിനെ ഓർത്ത് നമ്മുടെ തലമുറയോട് കരുതൽ കാണിച്ച് കരുണ കാണിച്ച് ശ്രേഷ്ഠമായി തലമുറ ഉയർത്തും ദൈവത്തെ നാം ആരാധിക്കുന്നത്. ഇന്ന് ശൂന്യതയാണെങ്കിലും ഒറ്റപ്പെടേണ്ട അവസ്ഥയാണെങ്കിലും നാളെ താങ്കളെ ആത്മിക അനുഗ്രഹങ്ങളാൽ ഭൗതിക അനുഗ്രഹങ്ങളാൽ നിറപ്പാൻ കർത്താവ് ശക്തനാണ്. ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാകണം. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം തക്ക സമയം പ്രവർത്തിക്കും. ഭക്തനായ അബ്രഹാം വാഗ്ദത്ത സന്തതിക്ക് വേണ്ടി കാത്തിരുന്നു. ഒത്തിരി നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടൽ അനുഭവങ്ങൾ കടന്നു വന്നു. എന്നാൽ ഭക്തനായ അബ്രഹാം ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചു. വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവെന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 11-1 തിരുവചനത്തിൽ വിളിച്ചു പറയുന്നു. ഭക്തനായ അബ്രഹാം വിശ്വസിച്ചതുപോലെ അബ്രഹാമിന് അനുഗ്രഹിക്കപ്പെട്ട സന്തതിയായ ഇസഹാക്കിന് ദൈവം നൽകി മാനിപ്പാനിടയായി. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി താങ്കൾ അനുഭവിപ്പാനിടയാകും. ഭക്തനായ യോസേഫിന് പൊട്ടക്കിണറിൻ്റെ അനുഭവമുണ്ടായിരുന്നു. പോത്തിഫറിൻ്റെ ഭവനത്തിനകത്തൊരു നിന്ദയുണ്ടായിരുന്നു, കാരാഗൃഹമുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഭക്തനായ യോസേഫിന് വേണ്ടി ദൈവം കരുതി. കാത്തിരുന്ന വിശ്വസ്തയോടുകൂടെയായിരുന്ന യോസേഫിന് ദൈവം വാഗ്ദത്തങ്ങൾ നൽകി പൂർത്തീകരിച്ചു. ഭക്തനായ യോസേഫ് ജീവിച്ചിരിക്കുന്നുവെന്നറിഞ്ഞ യാക്കോബിന് ചൈതന്യമുണ്ടായി. യാക്കോബ് ദൈവത്തെ സ്തുതിപ്പാനിടയായി. വചനം ശ്രവിക്കുന്ന സഹോദര സഹോദരി, താങ്കൾ വർഷങ്ങളാൽ കാത്തിരിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിച്ചു. ഭക്തനായ ഈ നോഹയുടെ പെട്ടകത്തെ ആരാരത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചതുപോലെ താങ്കളുടെ തൊഴിൽ മേഖല, താങ്കളുടെ തലമുറ, താങ്കളുടെ ഭവനം, താങ്കളുടെ എന്ത് വിഷയമായിക്കോട്ടെ അതിനൊത്തൊക്കെയും ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ദൈവം ഉറപ്പിക്കും. വചനം ശ്രവിക്കുന്ന താങ്കൾ പ്രാർത്ഥിച്ച വിഷയത്തിനുമേൽ സഖരിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന ദൈവശബ്ദം കേട്ടതുപോലെ താങ്കൾ കാത്തിരിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവിൻ്റെ കരം ചലിച്ചിട്ടുണ്ട്. വിശ്വാസത്തോടുകൂടെ ഈ നാളുകളിൽ ജീവനുള്ള സാക്ഷ്യം പറവാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ.
ഗോഡ് ബ്ലെസ് യു. ആമേൻ.